the process which help in producing a fine grain for uniformly for structure and for improve the mechanical properties known as dash. അതായത് നമ്മുടെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ഉണ്ടല്ലോ, ആ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിലെ നമ്മുടെ സ്ട്രക്ചർ ഉണ്ടല്ലോ, സ്ട്രക്ചറും മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ആവുന്നത് ഏത് ട്രീറ്റ്മെൻറ്റ് വഴിയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. ട്രീറ്റ്മെൻറ്റ് വഴിയാണ് നോർമലൈസിങ് ട്രീറ്റ്മെൻറ്റ് വഴിയാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അലോയ് ഓഫ് കാർബൺ ആൻഡ് അയൺ ഇൻ വിച്ച് കാർബൺ ഇൻ കമ്പൈൻഡ് സ്റ്റേറ്റ്. അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ കാർബണിൻ്റെയും അയണിൻ്റെയും അലോയ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതാണ് സ്റ്റീലാണ് അതിൻ്റെ ഉത്തരം. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർബൺ ഡിസോൾവ് ഇൻ ദി അയൺ ടു ഫോം എ സോളിഡ് സൊല്യൂഷൻ ഈസ് കാൾഡ് ഡാഷ്. അതായത് കാർബൺ ഉണ്ടല്ലോ, ആ കാർബൺ അയണുമായിട്ട് മിക്സ് ചെയ്ത് സോളിഡ് രൂപമാകുന്നുണ്ട്, അതിനെ പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം ഫെറൈറ്റ് ആണ് ഉണ്ടാകുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദി ഹോട്ട് സ്റ്റീൽ ഈസ് ദി കൂൾഡ് റാപ്പിഡ്ലി ദി അസ്റ്റനേറ്റ് ചേഞ്ച് ഇൻ ടു എ ന്യൂ സ്ട്രക്ചർ ഈസ് കാൾഡ് മെർട്ടൈറ്റ്സ്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് സ്റ്റീൽ ഈസ് ഇൻക്രീസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ സ്റ്റീൽ ഉണ്ടല്ലോ അത് റാപ്പിഡായിട്ട് കൂൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രോപ്പർട്ടിയിൽ എന്ത് ഇൻക്രീസ് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ ഇരിക്കുക. ആ സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസിൽ എന്ത് ഉണ്ടാകും എന്ന് വെച്ചാൽ ഹാർഡ്നെസ് എന്താണ് ഇൻക്രീസ് ആയിരിക്കും. എ ആണ് കറക്റ്റ് ആൻസർ. Which cast iron has the ability to reduce the vibration and tool chatter in machine tool? Correct answer, grey cast iron. What is the name of heat treatment process for reheating and hardness steel to temperature below 400 degrees Celsius following by cooling? അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ഉണ്ടാവും, അതിനെ റീഹീറ്റ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഹാർഡ്നെസ്സും ടെമ്പറേച്ചറും കുറയ്ക്കാൻ വേണ്ടി റീഹീറ്റിംഗ് ചെയ്യുന്ന പ്രോസസ്സിന് എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ട് അതിന് പറയുന്നത് ടെമ്പറിങ് എന്നാണ് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. വൈ ടെമ്പറിങ് പ്രോസസ് ഇസ് ക്യാരിഡ് ഔട്ട് ഇൻ ഡാഷ്. അതായത് ടെമ്പറിങ് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്തിനാണ്? ടു റെഗുലേറ്റ് ദ ഹാർഡ്നെസ് ആൻഡ് ടഫ്നെസ്. അതിൻ്റെ ഉത്തരം ഡി ആണ്, ടു റെഗുലേറ്റ് ദി ഹാർഡ്നെസ് ആൻഡ് ടഫ്നെസ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ബ്രെയിൻ സൊല്യൂഷൻ വാട്ടർ ഓയിൽ ആൻഡ് എയർ യൂസ്ഡ് ഇൻ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ്. അതായത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൽ ബ്രെയിൻ സൊല്യൂഷൻ വാട്ടർ ഓയിൽ ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്തിനാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെയൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കൊഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ദാറ്റ് വിത്ത്സ്റ്റാൻഡ് ഷോക്ക് ഓർ ഇമ്പാക്റ്റ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ മെറ്റലിൻ്റെ ഷോക്കും ഇമ്പാക്റ്റും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന പ്രോപ്പർട്ടി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം ടെൻസിറ്റിയാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ഫോർ മാഗ്നറ്റ്സ് ആൻഡ് ബാൾ ബെയറിംഗ്. ബാൾ ബെയറിംഗും മാഗ്നറ്റ്സും യൂസ് ചെയ്യുന്ന മെറ്റൽ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം കൊബാൾട്ടാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഫങ്ഷൻ ഓഫ് ടയേഴ്സ് ഇൻ ദി ഫോർജ്. അതിൻ്റെ ഉത്തരം ആസ് ദ ആക്ട് ആസ് ഔട്ട് ഓഫ് ദി പ്രൊഡക്ട്സ് ഓഫ് കമ്പസ്റ്റൻ. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് ദി ടേം യൂസ്ഡ് ഇൻ ഫോർജിങ് ഇൻ വിച്ച് ദി തിക്നെസ് ഓഫ് ദി ജോബ് ഈസ് ഇൻക്രീസ്ഡ് ബൈ ഓർ ഡിക്രീസിങ് ദി ലെങ്ത്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ഫോർജ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തിക്നെസ് ഉണ്ടല്ലോ, തിക്നെസ് ഇൻക്രീസ് ചെയ്തിട്ട് ലെങ്ത് എന്ത് ചെയ്യാണ്? കുറയ്ക്കുകയാണ്. അതിന് എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിന് ജമ്പിങ് എന്നാണ് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർജിങ് ഈസ് ഡൺ വെൻ ദ മെറ്റൽ ഈസ് ഇൻ ഡാഷ്. ഫോർജ് ചെയ്യുന്ന സമയത്ത് മെറ്റലിന് എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് സംഭവിക്കുന്നത്? പ്ലാസ്റ്റിക് കണ്ടീഷനിലോട്ട് മാറും. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻ ആർ പെർഫോംഡ് വെൻ ദി ബോട്ടം സ്റ്റേജ് ആൻഡ് ടോപ്പ് ഫുള്ളർ യൂസ്ഡ് ടുഗദർ. അതായത് നമ്മുടെ ഫോർജിങ് ചെയ്യുന്ന ഓപ്പറേഷൻ ഉണ്ടല്ലോ, ആ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ബോട്ടം സ്റ്റേജും ടോപ്പ് ഫുള്ളറും യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പ്രക്രിയൻ്റെ പേരേത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ പേരേത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം ഹോളോയിങ് ആണ് അതിൻ്റെ അർത്ഥം. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാസ്റ്റ് അയൺ കനോട്ട് ബി ഫോർജ്ഡ് ബിക്കോസ് ഇറ്റ് ഹാസ് ദി പ്രോപ്പർട്ടി ഓഫ് ഡാഷ്. അതായത് കാസ്റ്റ് അയൺ ഫോർജ് ചെയ്യാൻ പറ്റില്ല
എന്ത് കാരണം കൊണ്ടാണ് ഫോർജ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ബ്രിട്ടിൽനെസ് ഉള്ളതുകൊണ്ടാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ ഫോർജിങ് ഡിഫക്റ്റ് വിച്ച് ഒക്കേഴ്സ് ഡ്യൂറിങ് അപ്സെറ്റിംഗ് പ്രോസസ് വെൻ ഫേസ് ഓഫ് ദി സ്റ്റോക്ക് ബിക്കം സ്ക്വയർ? കറക്റ്റ് ആൻസർ ബക്ലിംഗ് ഓഫ് സ്റ്റോക്ക് എന്നാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ബെൻഡിങ് ഹൂക്സ് ഓഫ് ഫ്ലാറ്റ് ആൻഡ് റൗണ്ട് സ്റ്റീൽ ബാർ? കറക്റ്റ് ആൻസർ ബോൾസ്റ്റർ സേജ് ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ദി ഹൈ ടെമ്പറേച്ചർ ഓഫ് ഫർണസ്? അതായത് ഫർണസിൻ്റെ ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് അതിൻ്റെ? പൈറോമീറ്ററാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫുള്ളേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഡാഷ്? ഫുള്ളേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നെക്കിങ് ആൻഡ് ഗ്രൂവിന് വേണ്ടിയിട്ട് ഫുള്ളേഴ്സ് യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി പ്രോസസ് ഓഫ് ലോക്കൽ തിന്നിങ് ഡൗൺ ഓഫ് എ സ്റ്റോക്ക് ബൈ ഫോർജിങ് ഓപ്പറേഷൻ ഈസ് കാൾഡ് ഡാഷ്? കറക്റ്റ് ആൻസർ സെറ്റിംഗ് ഡൗൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ ക്ലോസിങ് ഡൗൺ ദി എഡ്ജ് ഓഫ് ദ പ്ലേറ്റ് ആൻഡ് റിവെറ്റ് ഹെഡ്? അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചത്. നമ്മുടെ റിവെറ്റ് ചെയ്യുമ്പോൾ രണ്ട് പ്ലേറ്റുകൾ വെച്ചിട്ട് ഇവിടെ ആയിരിക്കും റിവെറ്റ് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ ഈ എഡ്ജ് ഉണ്ടല്ലോ, ഈ എഡ്ജ് ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേരേത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ അതിന് കൾക്കിംഗ് ടൂൾസാണ് അതിനോട് യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഹാമർ ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ഫോർ വയർ എഡ്ജ് ഓൺ ഷീറ്റ് മെറ്റൽ വർക്ക്? കറക്റ്റ് ആൻസർ ക്രീസിംഗ് ഹാമറാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെൻ സ്ട്രേക്ക് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഷാർപ്പ് ബെൻഡ് ഫോൾഡിംഗ് എഡ്ജ് ഓഫ് എ ഷീറ്റ് മെറ്റൽ? കറക്റ്റ് ആൻസർ ഹാച്ചിങ് സ്ട്രേക്കാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിറ്റ്സ്ബർഗ് സീം ഈസ് ആൾസോ നോൺ ആസ് ഡാഷ്? ഈ പിറ്റ്സ്ബർഗ് സീമിൻ്റെ വേറൊരു പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം തന്നെ ഹാമർ ലോക്കാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അലവൻസ് ഫോർ പാൻ ഡൗൺ ജോയിൻറ്റ് ഈസ് ഡാഷ്? അതായത് ഈ പാൻ ഡൗൺ ജോയിൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അലവൻസ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ 2W + 2T ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് കൗണ്ടർ സിങ് ഓഫ് റിവെറ്റിംഗ്? കൗണ്ടർ സിങ് റിവെറ്റിൻ്റെ ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ 75 ഡിഗ്രിയാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഡിസ്റ്റൻസ് ഫ്രം ദി എഡ്ജ് ഓഫ് ദ പ്ലേറ്റ് ടു സെൻറ്റർ ഓഫ് ദ റിവെറ്റ് ഈസ് ഡാഷ്? അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു പ്ലേറ്റാണ് വയ്ക്കുക, ഇതാണ് പ്ലേറ്റ് എങ്കിൽ ഇവിടെയാണ് റിവെറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് റിവെറ്റ് ഉണ്ടാകുകയെങ്കിൽ ഈ റിവെറ്റിൻ്റെ സെൻട്രൽ ലൈൻ വഴി പ്ലേറ്റിൻ്റെ ഈ എഡ്ജ് വരയ്ക്കുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം എത്രയാണ്? 1.5 D ആണ് അതിൻ്റെ ഉത്തരം. സി ആണ് കറക്റ്റ് ആൻസർ. ഈ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവെറ്റിൻ്റെ ഡയാമീറ്ററാണ് ഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് എബൌട്ട് ദി ഹാൻഡ് ലിവർ പഞ്ച്? അതായത് നമ്മുടെ ഹാൻഡ് ലിവർ പഞ്ചിൻ്റെ താഴെ കൊടുത്ത 4 ഓപ്ഷനിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എന്തൊക്കെയാണ്? ഫോർ മേക്കിംഗ് ഹോൾ വെൻ ടു മച്ച് ഹോൾസ് ആർ ടു ബി പഞ്ച്, ഫോർ പഞ്ച് സ്മാൾ ഹോൾ ഇൻ എ തിൻ മെറ്റൽ ഷീറ്റ്, ദി ടൂൾ കൺസിസ്റ്റ് ഓഫ് എ പഞ്ച് ആൻഡ് ഡൈ, ടു മാർക്ക് ദി സെൻറ്റർ ഓഫ് ഹോൾ ടു ബി ഡ്രിൽഡ്. കറക്റ്റ് ആൻസർ ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1, 3 ആണ്. ഫോർ മേക്കിംഗ് ഹോൾ ടു വെൻ ടു മച്ച് ഹോൾസ് ടു ബി പഞ്ച്ഡ്, അതായത് ഒന്നിൽ കൂടുതൽ ഹോളുകൾ പഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടൂൾ കൺസിസ്റ്റ് ഓഫ് എ പഞ്ച് ആൻഡ് ഡൈ, ആ ടൂളിനകത്ത് പഞ്ചും ഡൈയും ഉണ്ടാവും. 1, 3 കറക്റ്റാണ്. വിച്ച് മെത്തേഡ് ഓഫ് പാറ്റേൺ ലേഔട്ട് ഈസ് യൂസ്ഡ് ഫോർ പ്രിസം ഓർ സിലിണ്ടർ? അതായത് പ്രിസം ഓർ സിലിണ്ടർ നിർമ്മിക്കുന്ന പാറ്റേൺ ലേഔട്ട് ഏത് മെത്തേഡാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം ഏതാണ്? പാരലൽ ലൈൻ മെത്തേഡാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചൂസ് ദി കറക്റ്റ് മേച്ചിങ് സീക്വൻസ് ഓഫ് ദ ഫോളോയിങ്. താഴെ 4 ഓപ്ഷനിൽ കറക്റ്റാകുന്ന മേച്ചിങ് സീക്വൻസ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം ഡി ആണ്. അതായത് 1
സിംഗിൾ സീം എന്ന് പറഞ്ഞത് ഏതിൻ്റെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ്ഡ് ടു ജോയിൻ ബോട്ടം ടു വെർട്ടിക്കൽ ബോഡീസ് ഓഫ് വേരിയസ് ഷേപ്പ്. ഡബിൾ സീം എന്തിനാണ് യൂസ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഫോം എഡ്ജ് ഈസ് ബെൻഡ് അപ്വേർഡ് എഗ്നിസ്റ്റ് ദി ബോഡി. ഡോക്ടൈൽ സീം എന്തിനാണ് യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ടു ജോയിൻ ഫ്ലാറ്റ് പ്ലേറ്റ് ടു എ സിലിണ്ടറിക്കൽ സ്പേസ്. ഫ്ലാഞ്ചഡ് സീം എന്തിനാണ് യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ടു ജോയിൻ ദി ബോട്ടം ഓഫ് എ കണ്ടെയ്നർ ടു ഇറ്റ്സ് ബോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഷീൽഡ് നമ്പർ ഓഫ് ഫില്ലർ കളർ ഗ്ലാസ് ഈസ് യൂസ്ഡ് ഫോർ മാനുവൽ ആർക്ക് വെൽഡിംഗ് അപ് ടു 100 amp. അതായത് ഈ 100 amps വരയ്ക്കുള്ള ആർക്ക് വെൽഡിങ്ങിന് യൂസ് ചെയ്യുന്ന കളർലെസ് ഗ്ലാസിൻ്റെ നമ്പർ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 8 മുതൽ 9 വരെ. സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദി പോയിന്റ് വേർ ദി വെൽഡ് ഫേസ് ജോയിൻറ്റ് ദി പാരൻറ്റ് മെറ്റൽ. ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ വെൽഡ് ചെയ്യുന്ന സമയത്ത് പാരൻറ്റ് മെറ്റൽ ഉണ്ടല്ലോ അതിൻ്റെ ഫേസ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചത്. എങ്ങനെയായിരിക്കുന്നത്? അതിൻ്റെ ഉത്തരം ടോ ഓഫ് വെൽഡ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി റേഞ്ച് ഓഫ് കോട്ടിംഗ് ഫാക്ടർ ഓഫ് മീഡിയം കോട്ടഡ് ഇലക്ട്രോഡ്. അതായത് മീഡിയം കോട്ടഡ് ഇലക്ട്രോഡിൻ്റെ കോട്ടിംഗ് ഫാക്ടർ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എത്രയാണെന്ന് വെച്ചാൽ 1.4 to 1.5 ആയിരിക്കും. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി സബ്സ്റ്റൻസ് യൂസ്ഡ് ടു മേക്ക് ദി വെൽഡ് സ്ട്രോങ്ങർ. അതായത് വെൽഡ് സ്ട്രോങ് ആകാൻ വേണ്ടി എന്ത് സബ്സ്റ്റൻസ് യൂസ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം ഡീഓക്സിഡൈസർ. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സൈസ് കട്ടിംഗ് നോസ് ഈസ് യൂസ്ഡ് ഫോർ ഗ്യാസ് കട്ടിംഗ് 19 to 100 mm തിക്നെസ് പ്ലേറ്റ്. അതായത് 19 മുതൽ 100 mm വരെ തിക്നെസ്സുള്ള പ്ലേറ്റ് വെൽഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ നോസിലിൻ്റെ സൈസ് എത്രയായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം 1.6 mm വരയ്ക്ക്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് എബൌട്ട് മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഏത് മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡിൻ്റെ ശരിയായ പ്രസ്താവന? ഒന്ന്, ഇറ്റ് കണ്ടെയ്ൻ സിലിക്കൺ എബവ് 0.5%. ഇറ്റ് കണ്ടെയ്ൻ കാർബൺ 0.1 to 0.3%. ഡ്യൂറിങ് വെൽഡിംഗ് ദ ഇലക്ട്രോഡ് വിൽ ടെൻഡ് ടു ഗെറ്റ് റെഡ് ഹോട്ട് ക്വിക്ക്ലി. ശരിയായ ഉത്തരം ബി ആണ്. ഈ 1ഉം 2ഉം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഈസ് അസറ്റിലീൻ ഗ്യാസ്. അസറ്റിലീൻ ഗ്യാസിനകത്ത് എത്ര പെർസെൻറ്റേജ് കാർബണും എത്ര പെർസെൻറ്റേജ് ഹൈഡ്രജൻ ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ബി ആണ്. കാർബൺ 92.3%, ഹൈഡ്രജൻ 7.7%. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എബൌട്ട് ദി റൈറ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്സ്. അതായത് റൈറ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്സിൻ്റെ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. താഴെ 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ്, ദി റൈറ്റ് വേർഡ് ടെക്നിക്സ് ഈസ് യൂസ്ഡ് ടു വെൽഡിംഗ് സ്റ്റീൽ ഹാവ് എ തിക്നെസ് എബോവ് 5 mm. അതായത് 5 mm കൂടുതൽ തിക്നെസ് ഉള്ള പ്ലേറ്റ് വെൽഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ദ റൈറ്റ് വേർഡ് ടെക്നിക് ഈസ് യൂസ്ഡ് ടു വെൽഡ് സ്റ്റീൽ ഹാവ് എ തിക്നെസ് അപ് ടു 5. അത് 5 mm വരയ്ക്കുള്ളതിന് മാത്രം വെൽഡ് ചെയ്യാൻ പറ്റും എന്നാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, there is more heat concentration of fusion and hence useful for weld thickness job. There is less heat concentration of fusion and hence useful for welding thin job. അതായത് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1ഉം 3ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 5 mm കൂടുതൽ വെൽഡ് ചെയ്യാനും പറ്റും. പിന്നെ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ തെർമിറ്റ് വെൽഡിംഗ് തെർമിറ്റ് ഈസ് മിക്സ്ഡ് ഓഫ് ഡാഷ്. തെർമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയൺ ഓക്സൈഡും അലുമിനിയം ഓക്സൈഡുമാണ് തെർമിറ്റ് എന്ന് പറയുന്നത്. സോ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ബൈസെക്ട് ഇൻ 2 പോൾ പോയിന്റ് ഈസ് നോൺ ആസ് ഡാഷ്. കറക്റ്റ് ആൻസർ മീറ്റർ ലൈൻ. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കണക്ഷൻ ബിറ്റ്വീൻ ദി ലീഡ് സ്ക്രൂ ആൻഡ് കാരേജ് ഈസ് മെയ്ഡ് ബൈ ഡാഷ്. കറക്റ്റ് ആൻസർ സ്പ്ലിറ്റ് പിൻ. അതായത് നമ്മുടെ ലീഡ് സ്ക്രൂവിനും കാരേജിനും
കണക്ഷൻ ചെയ്യുന്നതിന് സഹായത്താലാണ്, സ്പ്ലിറ്റ് പിന്നിൻ്റെ സഹായത്താണ്, സ്പ്ലിറ്റ് നട്ടിൻ്റെ സഹായത്താണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മൈക്രോമീറ്റർ ഡയൽ ഓൺ ദി ക്രോസ് സ്ലൈഡ് ഹാൻഡ് വീൽ വിത്ത് ദി അക്യുറസി ഓഫ് ഡാഷ്. കറക്റ്റ് ആൻസർ 0.05 mm. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ലേത്ത് which gear mechanism is used for changing the direction of rotation of the lead screw and feed shaft? ശരിയായ ഉത്തരം തംബ്ലർ ഗിയർ. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ്? അതായത് കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡിൻ്റെ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഓപ്ഷൻ, both hand feed and power feed can be given, step taper can be produced, threads on the tapered portion cannot be produced, both internal external taper can be produced. കറക്റ്റ് ആൻസർ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2ഉം 4ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. സ്റ്റെപ്പും ചെയ്യാൻ പറ്റും, ഇൻറ്റേർണൽ ത്രെഡും ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which center is used to support the end of the job where no countersink hole is permitted? കറക്റ്റ് ആൻസർ ഫീമെയിൽ സെൻറ്റർ ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫോർമുല യൂസ്ഡ് ടു ഫൈൻഡ് ടാപ്പർ ആംഗിൾ ബൈ ടൈൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ്? അതായത് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, നമ്മുടെ ടൈൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡിൽ ടാപ്പേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, വലിയ ഡി മൈനസ് ചെറിയ ഡി ഇൻറ്റു എൽ ഡിവൈഡ് ബൈ 2L എന്നാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റാൻഡേർഡ് ടാപ്പേഴ്സ് ഈസ് പ്രൊവൈഡഡ് ഓൺ ദി ടൈൽ സ്റ്റോക്ക് ബാരൽ? കറക്റ്റ് ആൻസർ മോസ് ടാപ്പർ. ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് ഫോർജോ ചെക്ക്? ഫോർജോ ചെക്കിൻ്റെ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ, സെപ്പറേറ്റ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ജോ ആർ അവൈലബിൾ, ഈച്ച് ജോ ഹാസ് സ്ക്വയർ ത്രെഡ് പ്രൊവൈഡ്, ദർ ഈസ് നോ ലെസ് ഓഫ് അക്യുറസി ആസ് ദി ചെക്ക് ഗെറ്റ്സ് വോൺ ഔട്ട്, ജോസ് മൂവ് അപ്വേർഡ് ഓർ ഡൗൺവേർഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റൊട്ടേഷൻ ഓഫ് ക്രൗൺ വീൽ. കറക്റ്റ് ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് 2ഉം 3ഉം കറക്റ്റാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആർ സർവ് ആസ് എ ഫിക്സ്ചർ? ശരിയായ ഉത്തരം ഫേസ് പ്ലേറ്റ് ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫങ്ഷൻ ഓഫ് ക്ലിയറൻസ് ആംഗിൾ ഇൻ എ ലേത്ത് കട്ടിംഗ് ടൂൾ ഈസ് ഡാഷ്? കറക്റ്റ് ആൻസർ അവോയ്ഡ് റബ്ബിംഗ് ഓഫ് ടൂൾ വിത്ത് ദി വർക്ക്. ഡി ആണ് കറക്റ്റ് ആൻസർ.